അസ്സലാമലൈക്കും. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ റംലാൻ കിറ്റ് നേരത്തെ തന്നെ കിട്ടിയിട്ടോ. റംലാൻ വരുന്നുള്ളൂ. എന്നാലും ഇതാ കിട്ടിയ സാധനങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിവിടെയൊക്കെ എങ്ങനെയാണ്, റംലാന് മുമ്പ് തന്നെ കിറ്റ് കിട്ടും. ഇത് അരിയാണ് കേട്ടോ. ഇത് ജയ അരി ഒന്ന്, ജയ അരി. പിന്നെ പഞ്ചസാര, ഇത് പഞ്ചസാര. പിന്നെ ഇത് റവ. പിന്നെ ഈത്തപ്പഴം. പിന്നെ ചായപ്പൊടി. പിന്നെ ഇതാ അരിപ്പൊടി. സേമിയ. അരിപ്പൊടി വീണ്ടും. ഇത് ഫസ്റ്റിലത്തെ ഞങ്ങളെ കിറ്റാട്ടോ. റംലാൻ കിറ്റ് ഫസ്റ്റ് കൊണ്ടുവന്ന കിറ്റാണിത്. ഇനി ഓരോ തവണയും, ഇനി ഓരോ ദിവസം, ഇനി റംലാൻ ആകുമ്പോൾ കിറ്റുകൾ വരും, ഇറച്ചി വരും, അങ്ങനെയൊക്കെ ഞങ്ങളെ നാട്ടിൽ കൊണ്ടുവന്ന് തരും. ഇതിപ്പോൾ ഈ അയലോക്കത്തുള്ള എല്ലാ പെരയിൽ കൂടി എത്തിയിട്ടുണ്ട്. ഒക്കെ പേരെഴുതി, ബുക്കിൽ പേരെഴുതിയിട്ടാണ് കൊണ്ടുവരിക. ഇത് കണ്ടില്ല ഞങ്ങളൊരു നോമ്പിലൊരു 10 ദിവസത്തിനുള്ള സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യാറാകുമ്പോഴത്തിന് വേറെ കിറ്റുകൾ വരും ഞങ്ങൾക്ക്. ഇനി കുറേ കിറ്റുകൾ, പൂർവ്വ വിദ്യാർത്ഥിയുടെ കിറ്റ് വരാണ്ട്, ഞങ്ങളെ പള്ളിയുടെ മഹല്ലിൻ്റെ കിറ്റ് വരാണ്ട്. പിന്നെ വേറെ ആരാ? പിന്നെ അതേമാതിരി നമ്മളെ നാട്ടിലുള്ള മുതലാളിമാർ ഓല കിറ്റുകൾ കൊണ്ടുവരും. പിന്നെ പൈസകൾ വരും. അങ്ങനെ റംലാനിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് ആദ്യത്തെ കിറ്റാണ്. ഇനി ഓരോ കിറ്റും വരുമ്പോൾ ഞാൻ കാട്ടിത്തരുന്നുണ്ട്. ഞങ്ങളിവിടെ ഇന്നലെ അതേമാതിരി കടപ്പ് രോഗികൾക്ക് പാലറ്റീവിൻ്റെ വക വലിയ കിറ്റ് ഉണ്ടായിരുന്നു. അത് 10 കിലോ പച്ചരി, 10 കിലോ പുഴുങ്ങല്ലരി, 1/2 കിലോ ഈത്തപ്പഴം, 1/2 കിലോ ചായപ്പൊടി, പിന്നെ സേമിയ, പിന്നെ 2 കിലോ പഞ്ചസാര, 1 കിലോ റവ, പിന്നെ 1/2 കിലോ ഡാൽഡ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളടുത്തുള്ള ഒരാൾക്ക് ഇന്നലെ കിട്ടി. ഞാൻ പോയി ഒക്കെ നോക്കി. അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അതുപോലെ കിട്ടിയതല്ലേ പറഞ്ഞിട്ട് വീഡിയോ എടുത്തില്ല. നമ്മളോടെ കിട്ടിയ സാധനമാണ് ഇപ്പോൾ ഇത് ഫസ്റ്റിലത്തെ കിറ്റ് കേട്ടോ. ഇനി ഇങ്ങനെ വരും കിറ്റുകൾ. ഇത് എന്നും മറ്റേ ബറാത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കിറ്റാണ്. അപ്പോൾ ഇത്രയും സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ഇനി റംലാനാകുമ്പോൾ ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളൊരു പൈസ ഉണ്ട്. അത് 2500. പിന്നെ അടുത്തുള്ളവർ നമ്മൾ പറയില്ലേ, ഈ പറയുന്ന മാതിരി തന്നെ നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വരും, ആരെങ്കിലും പോയി കൈ നീട്ടണ്ട എന്നൊക്കെ പറയുമല്ലോ. അതേമാതിരി നമ്മളെ കുടിയിലേക്ക് എത്തിച്ചിന് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എല്ലായിടത്തുനിന്നും എത്തൂല എന്ന് മാത്രം. എത്തിച്ചണവരെത്തിച്ചു. ഇതിപ്പോൾ രാവിലെ ഇപ്പോൾ കിട്ടിയ കിറ്റാണ്. പിന്നെ ഇനി എന്താ ഞാൻ പറയണതിന് എന്നെ കളിയാക്കുന്നുണ്ട് അവിടെ വന്നിട്ട്. രാവിലെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. ചോറായി, ചോറ് ഊറ്റി വെച്ചിരിക്കണു. പിന്നെ കയ്പ്പക്ക ഉപ്പേരി ഉണ്ട്, മീൻ കറിയുണ്ട്, മീൻ കറി വെച്ചിരിക്കണു. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നോലുമ്പാകുമ്പോൾ മീനൊന്നും വരില്ല ഇവിടേക്ക്. അപ്പോൾ ഡെയിലി ഇറച്ചി വരും. ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ, ഡെയിലി ഇറച്ചി വരുന്നുണ്ട്. ആ ഒരു നോലുമ്പാകുമ്പോഴത്തേന് പിന്നെ ഡെയിലി ഇറച്ചിയാണ്. പിന്നെ മീനൊന്നും അങ്ങനെ വരില്ല ഞങ്ങളവിടെ. അപ്പം നിങ്ങളവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ സമയത്ത് കിട്ടി കാണുമല്ലോ അല്ലേ? ബറാത്ത് കഴിഞ്ഞ സാധനങ്ങൾ കിട്ടി. എന്നാലും മിഞ്ഞാന്നൊക്കെ നല്ല പണിയായിരുന്നു കേട്ടോ അവിടെ. നമ്മളെ ജനലുകളും ഇതൊക്കെ ക്ലിയറാക്കി, അടിച്ചലും തട്ടലും കൊട്ടലും
ഒരു 3-4 ദിവസമായിട്ട് ആ പണി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വീഡിയോ എടുത്തിട്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീഡിയോയും ചെയ്യും. അപ്പം ഇനിയൊന്നുമില്ല, എന്നാൽ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.